ഹായ് എവരിവൺ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെച്ചാൽ കെയർ വിസയെ പറ്റിയാണ്. അതായത് കെയർ വിസയെ പറ്റി എന്ന് വെച്ചാൽ കെയർ വിസയ്ക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും. ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ കെയർ വിസയിലുള്ള ഫ്രണ്ട്സിനും അല്ലെങ്കിൽ കെയർ വിസ നോക്കുന്ന ഫ്രണ്ട്സിനും നാട്ടിൽ നിന്ന് UK-യിൽ നിന്ന് നോക്കുന്ന ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു. പിന്നെ അത് നമ്മൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഈ കെയർ വിസ പൈസ കൊടുത്ത് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ. നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഏജൻറ്റിനെ സമീപിച്ച് ഒരു കെയർ വിസ എടുക്കുമ്പോൾ ഇനി UK-യിലേക്ക് നിങ്ങൾ 90% അത് എടുക്കാതിരിക്കുക. UK-യിലേക്ക് പൈസ കൊടുത്ത് കെയർ വിസയ്ക്ക് വരുന്ന ഒരു രീതി നേഴ്സ് അല്ലാത്ത പക്ഷം നിങ്ങളൊരു കെയർ വിസ സംഘടിപ്പിച്ച് വരിക എന്നത് പരിപാടി നിർത്തുക. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വിസ മൂലം ഒത്തിരി ആൾക്കാർ ഇല്ലീഗലായിട്ട് UK-യിലേക്ക് എത്തിക്കുന്നതിനുള്ള എൻ്റെ അറിവിൽ ഹോം ഓഫീസ് ഈ ഒരു വിസകൾ ചെക്ക് ചെയ്യുകയും ഒത്തിരി ആൾക്കാരെ തിരികെ നാട്ടിലേക്ക് അയക്കുകയും അവരുടെ വിസകൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. അതായത് നമ്മളെ CQC എന്ന് പറയുന്ന കെയർ ക്വാളിറ്റി ചെക്കിന് അംഗീകാരമുള്ള കെയർ സ്ഥാപനങ്ങൾക്ക് മാത്രമേ നിങ്ങളിനി ഇങ്ങനെയുള്ള വിസകൾ കൊടുക്കാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ. അപ്പോൾ അത് പലരെ നഷ്ടപ്പെടുന്നുമുണ്ട്, പുതിയ ആൾക്കാർക്ക് ലഭിക്കുന്നുമുണ്ട്. അത് നഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ തിരിച്ചയക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അങ്ങനെ ഒത്തിരി ആളുകൾക്ക് വിസകൾ നഷ്ടപ്പെട്ട് തിരികെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് 10-16 ലക്ഷം രൂപകൾ കൊടുത്താണ് ഈ കെയർ വിസകൾ എടുത്ത് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ പരിപാടി ഇനി ചെയ്യാതിരിക്കുക. ഇനി ആരെങ്കിലും അഥവാ വിസയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പുതിയതായിട്ട് ആരും ഈ ഒരു പരിപാടിക്ക് വേണ്ടി UK-യിലേക്ക് ട്രൈ ചെയ്യാതിരിക്കുക. കാരണം അത് നിങ്ങൾക്ക് ഒരിക്കലും ഗുണമായിട്ട് വഹിക്കാൻ പോകുന്നില്ല. ഇവിടെ വന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അഥവാ ഇനി UK വന്ന് നിങ്ങൾ വർക്കില്ലാണ്ട് കെയർ വിസ, രണ്ടാമത്തെ കാര്യം വെച്ചാൽ വർക്കില്ലാണ്ട് കെയർ വിസയെ മാത്രം നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് പേ സ്ലിപ്പ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ ലഭിച്ചേക്കുന്ന വിസ പുതുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം മുന്നിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പുതിയ പേ സ്ലിപ്പും കാര്യങ്ങൾ കിട്ടുന്ന നല്ലൊരു കെയർ ഹോമിലേക്ക് നിങ്ങൾ ജോലി മാറ്റി കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പം തന്നെ തുടരുക. അത് വളരെ കുറച്ച് സമയമുള്ളൂ, ഒരു വർഷം. മറ്റുള്ള സ്ഥലങ്ങളോ നാട്ടിലെ പോലെ ഇവിടെ നമുക്കടുത്തും ചെന്ന് ചോദിച്ച് ജോലിക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എല്ലായിടത്തും അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളും ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇൻഡീയുടെ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്ന് അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ. കെയർ വിസ ഒന്ന് നാട്ടിൽ നിന്ന് പൈസ കൊടുത്തെടുക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം ഇവിടെ വന്ന് വർക്കില്ലാതെ നിൽക്കുന്ന ആൾക്കാർ കെയർ വിസയിൽ നിന്ന് മാറാൻ നിൽക്കാം. അതുപോലെ തന്നെ കെയർ ഹോമുകളിൽ നിങ്ങളുടെ പെരുമാറ്റം കാര്യങ്ങൾ, കെയർ വിസയിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ കെയർ ഹോമുകളിൽ നിങ്ങളുടെ പെരുമാറ്റവും കാര്യങ്ങളും വളരെയധികം നല്ല രീതിയിലും റെസിഡൻസുമായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുമായിട്ട് അപമര്യാദയോ കാര്യങ്ങളോ ഒന്നും പെരുമാറാതിരിക്കുക. വളരെ നല്ല രീതിയിൽ മാത്രം പെരുമാറാനേ ശ്രദ്ധിക്കുക. അതും ഒത്തിരി പേര് മലയാളികൾക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കൂടുതൽ കേസുകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ കെയർ വിസകൾ നമുക്ക് റിജക്റ്റ് ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടും. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ഇംഗ്ലണ്ടിൽ നമ്മുടെ കാലാവസ്ഥയും കാര്യങ്ങൾ UK-യിലുള്ളവരാണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ മാറി സമ്മറായി. നിങ്ങൾക്ക് ക്ലിയർ സ്കൈ ആണ്. ഇന്ന് രാവിലെ ചെറിയ മഴ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ സമ്മറായി. എല്ലാവരും സമ്മർ എൻജോയ് ചെയ്യുക. ഈസ്റ്ററും എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്റ്റഡി അബ്രോഡ് പരമായ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. താങ്ക് യു എവരിവൺ. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.